സഖാവ് EMS നമ്പൂതിരിപ്പാട് ഇങ്ങനെ നോക്കിയപ്പം വഴിയരികിൽ നിന്നുകൊണ്ട് ഒരു ഉപദേശി സുവിശേഷം പ്രസംഗിക്കുന്നു, പരസ്യയോഗത്തിന് പ്രസംഗിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവരെ ഒരാളും മൈൻഡ് ചെയ്യയില്ല. അങ്ങനെയാണ് ഞാൻ പണ്ട് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പൊ പറയുന്നത് അവരെ ഉപദേശിമാര് പോലും മൈൻഡ് ചെയ്യുന്നില്ലെന്നാണ്. അവരെ ആളുകൾ രണ്ട് രീതിയിലാണ് പ്രതികരണം. ഒന്ന്, പുച്ഛിക്കുക എന്നുള്ളതാണ് ഒരു കാര്യം. പുച്ഛം എന്ന വാക്കിനേക്കാൾ നല്ലത് സുകുമാർ അഴീക്കോട് സാറ് പറഞ്ഞ വാക്കാണ് പുണ്യം. അതാണ് കുറച്ചുകൂടെ നല്ലത്. എന്താന്ന് വെച്ചാൽ നമ്മളിങ്ങനെ വഴിയരികെ, ഞാനൊക്കെ കവലപ്രസംഗനായിരുന്നു കേട്ടോ, അങ്ങനെ ഈ രംഗത്തേക്കൊക്കെ വന്നത്. അപ്പൊ ഞങ്ങളിങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പം അവരുടെ ഫുട്പാത്തല്ലേ, അപ്പൊ ആളുകൾ ഇങ്ങനെ അടുത്തൂടെ പോകുമ്പോൾ ഒന്ന് നോക്കിച്ചു പോകും ഇങ്ങനെ. അതിന്റെ പേരാണ് പുച്ഛം. പിന്നെ ഒരു 10-20 മീറ്റർ ദൂരെ നിന്നിങ്ങനെ നോക്കി നിൽക്കും. ഊളൻ, വട്ടൻ, പ്രാന്തൻ, വേറെ പണിയൊന്നുമില്ല, നട്ടപ്പുറ വെയിലത്ത്. ആ നോട്ടത്തിന്റെ പേരാണ് പുണ്യം കേട്ടോ. അപ്പൊ ഇതിനിപ്പോ അവര് തന്നെയല്ല, നാട്ടുകാരൊക്കെ ഇപ്പൊ നമ്മുടെ ആളുകളും അതിനെയൊക്കെ പുച്ഛിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. പക്ഷെ ഞാൻ ഈ മൈക്കിൽ കൂടെ കിട്ടാവുന്ന ശബ്ദത്തിൽ ഉറക്കെ പറയുന്നു എന്റെ പ്രതികരണം. ഇവിടത്തെ ലോകമറിയപ്പെടുന്ന കൃപാവരപ്രാപ്തന്മാരോ അല്ലാത്ത പ്രശസ്തരായ ഏത് പാസ്റ്റർമാരെക്കാൾ ഒരു പടി മുമ്പിലാണ് കവലയിൽ പ്രസംഗിക്കുന്ന ഉപദേശം. അതിനി ആരും പട്ടൊന്നും ചാർത്തി കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഉറക്കെ തന്നെ പറയുകയാണ്, നിങ്ങൾ ആരൊക്കെ വിമർശിച്ചാലും കവലയിൽ പ്രസംഗിക്കുന്ന ഉപദേശം അത്രയും വരികയില്ല ഇവിടുത്തെ ഒരു പ്രശസ്തരും. സ്വത്രം. അപ്പൊ അതേ ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ സഖാവ് EMS നമ്പൂതിരിപ്പാടിനെ കണ്ടു. പുള്ളി നോക്കിയപ്പോൾ ആരും കേൾക്കുന്നില്ല, പക്ഷെ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നോക്കിയപ്പോ ഒരു വയസ്സായ മനുഷ്യൻ. അങ്ങനെ ആരാധനം പുള്ളിക്കറിയത്തില്ല, നമുക്കറിയാം ഇല്ലേ? നമ്മളാണീ പറയും, ചോരയെങ്കിൽ ചോര കൊടുത്ത വിപ്ലവത്തെ പാലൂട്ടി വളർത്തുവാൻ എണാങ്കണത്തിന്റെ വീതിയിലിറങ്ങി ചെമ്പടയുടെ സമർത്ഥനായ സാരഥി എന്നൊക്കെ നമ്മൾ പറയും. പുള്ളിക്കൊന്നും അറിയത്തില്ല, ഒരു മനുഷ്യൻ. അപ്പൊ ഒരാളെ കിട്ടിയെന്നുള്ള സന്തോഷത്തിൽ പുള്ളി തകർത്ത് സുവിശേഷം പറഞ്ഞു. ഞങ്ങളൊക്കെ അങ്ങനെ ബസ്സിനകത്ത് ബസ് വന്ന് നിൽക്കുമ്പം അവരോട് പറയാൻ 5-6 വാക്കുണ്ട്. അവർ പോയി കഴിയുമ്പോൾ പിന്നെ കുത്തിയിരിക്കുന്നതോട് പറയാൻ ബാക്കി പറയും. അങ്ങനെ. അപ്പോൾ ഇതൊക്കെ അത് ശ്രദ്ധിച്ചു, തകർത്ത് പ്രസംഗിച്ചു. ജാഥയുടെ കുരുക്കഴിഞ്ഞു, ജാഥ മുന്നോട്ട് പോയി. അടുത്ത മാസത്തെ ചിന്ത എന്ന് പറയുന്ന വാരികയിൽ സഖാവ് EMS നമ്പൂതിരിപ്പാടിന്റെ വക സുന്ദരമായ, ഞങ്ങൾക്കൊക്കെ പ്രസംഗിക്കാൻ തങ്കൽവേകളിൽ ആലേഖനം ചെയ്യപ്പെട്ട ചരിത്രത്തിന്റെ തങ്കത്താളിൽ എഴുതി ചേർക്കപ്പെട്ട ഒരു വചനം പുറത്തു വന്നു, ഒരു വാചകം. ക്രിസ്തു എന്നത് സത്യമത്രേ, സങ്കല്പമത്രേ എന്ന് തിട്ടമായി പറയുവാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് അങ്ങേർക്ക്. പക്ഷെ ഒരു കാര്യം ഞാൻ സമ്മതിക്കുന്നു. എന്താണ്